തൃശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടു. ഭൂചലനത്തിന്റെ തീവ്രത റിക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തി. കൂനമുച്ചിയിൽ വീടിന്റെ തറയിലും ഭിത്തിയിലും വിള്ളൽ രൂപപ്പെട്ടു. എയ്യാലിൽ വീട്ടുകിണറ്റിൽ തിരയിളക്കം അനുഭവപ്പെട്ടു. കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ RLV രാമകൃഷ്ണനെ അപമാനിച്ച കേസിൽ കലാമണ്ഡലം സത്യഭാമയ്ക്ക് ജാമ്യം. കർശന ഉപാധികളോടെയാണ് നെടുമങ്ങാട് SC/ST കോടതി ജാമ്യം അനുവദിച്ചത്. നാട്ടിക ഫർക്ക സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം 5 വർഷമായിട്ടും തുടങ്ങാനായില്ല. പുതുക്കിയ നിരക്കിൽ തുക ലഭിക്കണമെന്നാവശ്യപ്പെട്ട് കരാറുകാരൻ കോടതിയെ സമീപിച്ചതാണ് പണികൾ തടസ്സപ്പെടാൻ കാരണം. പെരിഞ്ഞനത്ത് ടോറസ് ലോറി ബൈക്കിലിടിച്ച് 48-കാരന് ദാരുണാന്ത്യം. ഓണപ്പറമ്പ് സ്വദേശി പ്രിയനാണ് മരിച്ചത്. ഖത്തറിൽ വാഹനാപകടത്തിൽ 2 തൃശൂർ സ്വദേശികൾ മരിച്ചു. കോയമ്പത്തൂരിൽ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന ചാലക്കുടി സ്വദേശി മരിച്ചു. കൂടപ്പുഴ MG നഗർ സ്വദേശി ലിബുവാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും പാലക്കാട് തിരുമിറ്റക്കോടും ഭൂചലനം അനുഭവപ്പെട്ടു. ശനിയാഴ്ച രാവിലെ 8:15ഓടെയാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. സെക്കൻഡുകളോളം ഭൂചലനം നീണ്ടുനിന്ന് കുന്നംകുളം, എരുമപ്പെട്ടി, ഗുരുവായൂർ, കൈപ്രമ്പ്, വേലൂർ മേഖലകളിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു. റിക്ടർ സ്കെയിലിൽ 3.1 തീവ്രത രേഖപ്പെടുത്തിയ നേരിയ ഭൂചലനമാണ് ഉണ്ടായതെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ഭൂചലനത്തിൽ കാര്യമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പാലക്കാട് തിരുമിറ്റക്കോട് മേഖലയിലാണ് ഭൂചലനമുണ്ടായത്. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം എവിടെയാണെന്ന വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എരുമപ്പെട്ടി, അത്താണി മേഖലകളിലും ഭൂചലനം അനുഭവപ്പെട്ടു. എരുമപ്പെട്ടി, കടങ്ങോട്, വേലൂർ, വരവൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലാണ് ചലനമുണ്ടായത്. വലിയ മുഴക്കത്തോടു കൂടിയ പ്രകമ്പനം അനുഭവപ്പെട്ടു. വീടുകളിലെ ജനൽച്ചില്ലുകളും ഗൃഹോപകരണങ്ങളും കുലുങ്ങി, പാത്രങ്ങൾ മറിഞ്ഞു വീണു. പല വീടുകളിൽ നിന്നും ആളുകൾ പരിഭ്രാന്തരായി പുറത്തേക്കോടി. എരുമപ്പെട്ടി, കുണ്ടന്നൂർ, കരിയന്നൂർ, പാഴിയോട്ടുമുറി, ആദൂർ, വെള്ളറക്കാട്, വെള്ളത്തേരി, നെല്ലിക്കുന്ന്, ചിറമനേങ്ങാട്, മരത്തംകോട്, തയ്യൂർ, പഴവൂർ പ്രദേശത്താണ് കൂടുതൽ ചലനമുണ്ടായത്. 3 മുതൽ 4 സെക്കൻഡോളം പ്രകമ്പനമുണ്ടായതായി പറയുന്നു. ഭൂചലനത്തെ തുടർന്ന് കൂനമൂച്ചിയിൽ വീടിന്റെ ഭിത്തിക്കും തറയ്ക്കും വിള്ളൽ സംഭവിച്ചു. അന്തിക്കാട്ട് ടോമിയുടെ വീടിന്റെ ഭിത്തിക്കും തറയ്ക്കുമാണ് വിള്ളൽ രൂപപ്പെട്ടത്. ശബ്ദം കേട്ട് വീട്ടുകാർ വീടിന് പുറത്തേക്ക് ഓടി മാറുകയായിരുന്നു. അത്താണി മേഖലയിൽ ഇടിമുഴക്കം പോലെയുള്ള ശബ്ദത്തോടെയാണ് ഭൂചലനം ഉണ്ടായത്. മുണ്ടത്തിക്കോട്, അത്താണി മെഡിക്കൽ കോളേജ് പരിസരം, കുമ്പളങ്ങാട് എന്നീ പ്രദേശങ്ങളിലാണ് 2 സെക്കൻഡ് നീണ്ട നേരിയ ചലനം അനുഭവപ്പെട്ടത്. വളരെ തീവ്രമായൊരു ഭൂമികുലുക്കമാണ് അനുഭവപ്പെട്ടത്. പല വീടുകളിൽ നിന്ന് ടീപ്പോയുടെ മേലിൽ നിന്ന് പാത്രം വീഴുകയും അതുപോലെ തന്നെ കുട്ടികൾ ഭീതി പരത്തിക്കൊണ്ട് തന്നെ വീടിൻ്റെ പുറത്തിറങ്ങുകയും ജനങ്ങളാകെ ഭീതിയോടെയാണെന്ന് കണ്ടത്. ഇത് സ്വല്പം കൂടി കൂടുതൽ നിൽക്കുകയാണെങ്കിൽ വലിയൊരു ആപത്തിലേക്ക് നമ്മുടെ നാട് വന്നിരുന്നു. കളങ്ങോട് പഞ്ചായത്തിലെ എല്ലാ പ്രദേശത്തും ഭൂമി കുലുങ്ങിയിട്ടുണ്ട്. വളരെ സൗണ്ടോട് വിട്ടാണ് ഈ സൗണ്ട് കേട്ടത്. ആളുകളെല്ലാവരും വളരെയധികം പേടിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ അടിയിൽ ഒരു പൊട്ടലോട് കൂടിയിട്ടുള്ളൊരു കുലുക്കാണ് ഉണ്ടായിട്ടുള്ളത്. അത് ആ സമയത്ത് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ കടങ്ങോട് മേഖലയിലൊക്കെ ആ പൊട്ടനോട് കൂടിയിട്ട് കുറെ മയിലുകൾ കരയുക, വലിയ ഒച്ചയിൽ മയിലുകൾ കരഞ്ഞു. ഏകദേശം ഒരു 3 സെക്കൻഡ് നേരത്തോടു കൂടി കുലുക്കുണ്ടായിട്ടുണ്ട്. കടങ്ങോട് എയ്യാലിൽ വീട്ടുകിണറ്റിൽ തിരയിളക്കം അനുഭവപ്പെട്ടു. എയ്യാൽ ക്ഷേത്രത്തിന് സമീപം കിഴുവീട്ടിൽ വിനോദിന്റെ വീട്ടിലാണ് കിണറിൽ വെള്ളം തിളച്ചു പൊങ്ങുന്ന പ്രതിഭാസം അനുഭവപ്പെട്ടത്. ഭൂചലനത്തിനോടൊപ്പമാണ് ഇത് സംഭവിച്ചത്. കുന്നംകുളം തഹസിൽദാർ, ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കടങ്ങോട് പഞ്ചായത്തിലെ 14-ാം വാർഡ് ചിറ്റിലങ്ങാട് ഭാഗത്ത് ഒരു കിഴുവീട്ടിൽ വിനോദിന്റെ വീട്ടിൽ കിണറ്റിലൊരു തിരയിളക്കം അനുഭവപ്പെടുകയും അദ്ദേഹം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തഹസിൽദാരെ അറിയിക്കും. തഹസിൽദാരും ജിയോളജി വകുപ്പും ഒപ്പം തന്നെ പഞ്ചായത്തിൽ നിന്ന് വൈസ് പ്രസിഡന്റും മെമ്പർമാരും വില്ലേജ് ഓഫീസറൊക്കെ ആ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. പരിഭ്രാന്തരാവേണ്ട ആവശ്യമില്ലാന്ന് തന്നെയാണ് നമുക്ക് ജിയോളജി വകുപ്പിൽ നിന്നും അറിയിപ്പ് കിട്ടിയത്. കുന്നംകുളം ആർത്താറ്റ് ചീരംകുളത്ത് ഭൂചലനത്തിൽ വീടിന് നാശനഷ്ടം. ചീരംകുളം സ്വദേശി തോട്ടുപുറത്ത് വീട്ടിൽ പ്രകാശിന്റെ വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത്. വീടിന്റെ മുൻവശത്തെ റൂമിന്റെ സൺഷൈഡും വീടിന്റെ ഉൾഭാഗവും തകർന്നു. ജില്ലാ ജിയോളജിസ്റ്റ് ഡോക്ടർ AK മനോജ്, കുന്നംകുളം തഹസിൽദാർ OB ഹേമ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ഭൂചലനം അനുഭവപ്പെട്ടുവെന്ന് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് കിട്ടിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റിക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഈ പ്രദേശങ്ങളിൽ അനുഭവപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വിവരം. ആ പരിശോധനയിൽ ചെറിയ ചെറിയ വീടുകൾക്ക് വിള്ളലുകളും മറ്റും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കിണറുകളിൽ
തിരയിളക്കം പോലുള്ള സംഭവങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ഈ ഭൂകമ്പം ഉണ്ടായതിന്റെ തുടർചലനങ്ങളായിട്ട് മാത്രമേ നമുക്ക് അതിനെ കാണാനായിട്ട് സാധിക്കുള്ളൂ. RLV രാമകൃഷ്ണനെ അപമാനിച്ച കേസിൽ കലാമണ്ഡലം സത്യഭാമ നെടുമങ്ങാട് SC/ST കോടതി ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. പോലീസ് ആവശ്യപ്പെടുമ്പോഴെല്ലാം ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് നെടുമങ്ങാട് SC/ST കോടതിയിൽ സത്യഭാമ കീഴടങ്ങുകയായിരുന്നു. തുടർന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി സത്യഭാമയ്ക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു. യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സത്യഭാമ തന്നെ ജാതീയമായി അധിക്ഷേപിച്ചുവെന്ന് ആരോപിച്ച് RLV രാമകൃഷ്ണൻ ചാലക്കുടി ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരുന്നു. തുടർ നടപടികൾക്കായി പരാതി തിരുവനന്തപുരം പോലീസിന് കൈമാറിയതിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. തീരദേശ മേഖലയിലെ 10 പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി ആരംഭിച്ച നാട്ടിക ഫർക്ക സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം 5 വർഷമായിട്ടും തുടങ്ങാനായില്ല. 2019 കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 84 കോടി ചിലവഴിച്ച് 2 ഘട്ടങ്ങളായി നടപ്പിലാക്കാൻ സർക്കാർ അനുമതി ലഭിച്ച് ടെൻഡർ പൂർത്തിയാക്കി കരാറുകാരൻ പ്രവർത്തികൾ തുടങ്ങിയെങ്കിലും കോവിഡ് വ്യാപനം മൂലം നിർത്തി. കോവിഡിന് ശേഷം പണി പുനരാരംഭിക്കുന്നതിന് പുതുക്കിയ നിരക്കിൽ തുക ലഭിക്കണമെന്നാവശ്യപ്പെട്ട് കരാറുകാരൻ കോടതിയെ സമീപിക്കുകയും പണി നിർത്തിവെക്കുകയുമായിരുന്നു. പദ്ധതിക്കായി കാർളം വെള്ളാനി റേഷൻ കടയ്ക്ക് സമീപം പൈപ്പുകൾ ഇറക്കിയെങ്കിലും പണി തുടങ്ങാൻ കഴിയാതിരുന്നതിനാൽ റോഡരികിൽ കിടന്ന് അതെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. പിന്നീട് ടെൻഡർ നടപടി പ്രവൃത്തികൾ പുനരാരംഭിക്കാൻ ശ്രമിച്ചുവെങ്കിലും കരാറുകാരൻ കോടതിയെ സമീപിക്കുകയായിരുന്നു. പൈപ്പ് ലൈൻ കടന്നുപോകുന്ന എടത്തിരുത്തി ചൂലു കുട്ടമംഗലം റോഡ് മെക്കാഡാം ടാറിംഗ് ചെയ്യാനുള്ള നടപടി വാട്ടർ അതോറിറ്റിക്ക് മറ്റൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതുവഴിയാണ് നിർദ്ദിഷ്ട കുടിവെള്ള പദ്ധതിക്കുള്ള കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ പഞ്ചായത്തിന് കീഴിലുള്ള ഈ റോഡ് ഇപ്പോൾ മെക്കാഡാം ടാറിംഗ് നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ്. പുതുക്കിയ കുടിവെള്ള പദ്ധതിക്ക് കിഫ്ബി അനുമതി നൽകാൻ വൈകിയാൽ പുതിയ റോഡ് പൊളിച്ച് പൈപ്പിടുന്നത് എതിർപ്പിന് കാരണമാകും. അതിനാൽ മെക്കാഡാം ടാറിംഗ് നടത്തുന്നതിന് മുൻപായി പൈപ്പിടൽ പൂർത്തിയാക്കുന്നതിനാവശ്യമായ അനുമതി നൽകാൻ സർക്കാരും ജനപ്രതിനിധികളും അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ് ഇരിങ്ങാലക്കുട. പെരിഞ്ഞനത്ത് ടോറസ് ലോറി ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം. ഓണപ്പറമ്പ് സ്വദേശി പള്ളിയാശ്ശേരി വീട്ടിൽ മാധവൻ മകൻ 48 വയസ്സുള്ള പ്രിയനാണ് മരിച്ചത്. ഭാര്യയെ പെരിഞ്ഞനം സെന്ററിൽ ഇറക്കിയ ശേഷം ബൈക്കിൽ എതിർദിശയിലേക്ക് കടക്കുന്നതിനിടെയായിരുന്നു 3 പീടിക ഭാഗത്തുനിന്ന് വന്നിരുന്ന ടോറസ് ലോറി ഇടിച്ചത്. ഖത്തറിൽ വാഹനാപകടത്തിൽ തൃശൂർ ജില്ലക്കാരായ 2 യുവാക്കൾ മരിച്ചു. ചാവക്കാട് സ്വദേശി മച്ചിങ്ങൽ 21 വയസ്സുള്ള മുഹമ്മദ് ത്വയ്യിബ് ഹംസ, വടക്കാഞ്ചേരി സ്വദേശി 22 വയസ്സുള്ള മുഹമ്മദ് ഹബീൽ എന്നിവരാണ് മരിച്ചത്. മുഹമ്മദ് ത്വയ്യിബ് ഹംസ ഖത്തർ പ്രതിരോധ മന്ത്രാലയത്തിലെ ജീവനക്കാരനാണ്. ദോഹ സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഹബീൽ. മാൾ ഓഫ് ഖത്തറിന് സമീപം ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം മറിഞ്ഞാണ് അപകടമുണ്ടായത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു അപകടം. ഇരുവരും തൽക്ഷണം മരിച്ചു. വാഹനത്തിലുണ്ടായിരുന്ന മറ്റു 3 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. കോയമ്പത്തൂരിൽ അടിപിടിയിൽ കുത്തേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്ന ചാലക്കുടി സ്വദേശി മരിച്ചു. ചാലക്കുടി കൂടപ്പുഴ MG നഗറിൽ കോട്ടപ്പടിക്കൽ മൊയ്തീൻ ബാബുവിന്റെ മകൻ 47 വയസ്സുള്ള ലിബുവാണ് മരിച്ചത്. 2 പേർ കുത്തേറ്റ് കോവൈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ജൂൺ 13-നായിരുന്നു സംഭവം. കോയമ്പത്തൂരിൽ ജോലി ചെയ്യുന്ന ലിബു സുഹൃത്തിന്റെ വീട്ടിൽ പോയതായിരുന്നു. ഒടുവിൽ സംഘർഷമുണ്ടാവുകയും പരസ്പരം കത്തിക്കുത്ത് നടത്തുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ലിബു ശനിയാഴ്ച പുലർച്ചെയാണ് മരിച്ചത്. ചാലക്കുടിയിലെ 2 കൊലപാതക കേസുകളിൽ പ്രതിയാണ് മരിച്ച ലിബു. തിരുവില്ലാമല വില്ലേജ് ഓഫീസ് കെട്ടിടം ശോചനീയാവസ്ഥയിൽ. ഏത് നിമിഷവും തകർന്നു വീഴാറായ കെട്ടിടത്തിലേക്ക് വിവിധ സേവനങ്ങൾക്കായി ആളുകൾ എത്തുന്നത് ഭയത്തോടെ. കെട്ടിടവും പരിസരവും ശോച്യാവസ്ഥയിലായതാണ് കാരണം. കാലപ്പഴക്കം ചെന്ന തിരുവല്ലാമല വില്ലേജ് ഓഫീസ് കെട്ടിടം പുതുക്കി പണിയണമെന്ന ആവശ്യം ശക്തമാണ്. കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും അതീവ ശോചനീയാവസ്ഥയിലാണ്. കെട്ടിടത്തിന്റെ മേൽക്കൂരയിലെ പല ഭാഗങ്ങളിലും ചിതലരിച്ച നിലയിലാണ്. വിവിധ രേഖകളും ഫയലുകളും സൂക്ഷിക്കുന്ന റൂം സുരക്ഷിതമല്ലാത്ത അവസ്ഥയിലുമാണ്. തിരുവല്ലാമല വില്ലേജിൽ വരുന്ന ജനങ്ങൾക്ക് ഇവിടെ ഒന്ന് ഇരിക്കാനോ ബാത്റൂമിൽ പോകാനുള്ള അടിസ്ഥാന സൗകര്യമോ ഇല്ല. ജീവനക്കാർക്ക് വളരെയധികം പേടിച്ചിട്ടാണ് അവർ സത്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നത്. വില്ലേജ് ഓഫീസിനകത്തെ സീലിംഗ് പല ഭാഗത്തും അടർന്നു പോയിട്ടുണ്ട്.
വില്ലേജ് ഓഫീസിന്റെ പുറംഭാഗത്ത് ഉപയോഗശൂന്യമായ സാധന സാമഗ്രികൾ കൂട്ടിയിട്ടിരിക്കുന്നത് മൂലം ഇഴജന്തുക്കൾ വന്നുകൂടാനുള്ള സാധ്യതയും ഏറെയാണ്. മഴക്കാലമായാൽ കെട്ടിടത്തിന് ചുറ്റും വെള്ളക്കെട്ട് രൂപപ്പെടുന്നതും പതിവാണ്. വില്ലേജ് ഓഫീസിലെ സേവനങ്ങൾക്ക് മെല്ലെപ്പോക്ക് തുടരുന്നതിൽ നാട്ടുകാർക്ക് ആക്ഷേപമുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങാണ്. അവിടെയും ഇവിടെയും ചുമര് പൊളിഞ്ഞിട്ടും സീലിംഗ് കടന്നു വീണിട്ടും പുറത്താണെങ്കിൽ വെള്ളം കെട്ടി നിന്നിട്ടും മനുഷ്യന്മാർക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത്. മനുഷ്യന്മാർക്ക് സൗകര്യപ്രദമായിട്ടുള്ള സൗകര്യങ്ങൾ വേണം, ഇതിൻ്റെ ഉള്ളിൽ കയറാൻ തോന്നും. ഇത് അന്തരീക്ഷം ഇവിടെ 4 പുറം നോക്കുമ്പോൾ അത്രയ്ക്ക് മോശമായിട്ടാണ് കാണുന്നത്. ഒരു ഓഫീസിലാണ് വന്നതെന്ന് പോലും എനിക്ക് തോന്നിയില്ല. സമീപത്തെ കണിയാർക്കോട് പാമ്പാടി ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ് പുതുക്കി പണിത തരത്തിൽ തിരുവല്ലാമല വില്ലേജ് ഓഫീസും പുതുക്കി പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ് ചേലക്കര. കുന്നംകുളം നഗരസഭയിൽ കോൺഗ്രസ് കൌൺസിലർമാർ നടത്തിവന്ന രാപ്പകൽ സമരം അവസാനിച്ചു. നഗരസഭയിലെ ഏകാധിപത്യ നിലപാടിൽ പ്രതിഷേധിച്ചാണ് കൌൺസിൽ ഹാളിൽ വെള്ളിയാഴ്ച ഉച്ച മുതൽ കോൺഗ്രസ് കൌൺസിലർമാർ രാപ്പകൽ സമരം നടത്തിയത്. സമരത്തിന് ഐക്യദാർഢ്യവുമായി മുൻ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല സമരപ്പന്തലിൽ എത്തിയിരുന്നു. ജനങ്ങളുടെ ക്ഷേമ താൽപര്യങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കേണ്ട നഗരസഭ അനാവശ്യമായ കാര്യങ്ങൾക്കുവേണ്ടി ഭൂമി പതിച്ചു കൊടുക്കുന്നത് എതിർക്കപ്പെടേണ്ടതാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കോൺഗ്രസ് കൌൺസിലർമാരുടെ സമരം കുന്നംകുളത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണെന്നും ജനക്ഷേമം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്നും വിഷയം ഗൌരവത്തിലെടുത്തുകൊണ്ട് ധിക്കാരപരമായ നടപടി അവസാനിപ്പിക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സമരത്തിന് നേതൃത്വം നൽകിയ ബിജു സി ബേബി, ഷാജി ആലിക്കൽ, മിഷ സെബാസ്റ്റ്യൻ എന്നിവരെ ഷോൾ അണിയിച്ചു. KPCC ജനറൽ സെക്രട്ടറി അജയ് മോഹൻ, KPCC അംഗം ജോസഫ് ചാലിശ്ശേരി, K ജയശങ്കർ എന്നിവർ സംസാരിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദേവസ്വം ചെയർമാൻ VK ഗോപിയും കമ്മിറ്റി അംഗങ്ങളും മന്ത്രിയെ സ്വീകരിച്ചു. ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴം കൊണ്ട് തുലാഭാരം നടത്തി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് കവിത ബിജു, ജില്ലാ സെക്രട്ടറി NR റോഷൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു കുറ്റിക്കാട്ട്, മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പുതുക്കാട് മണ്ഡലത്തിൽ ആവേശകരമായ സ്വീകരണം നൽകി. BJP പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നന്ദിക്കരയിലാണ് സ്വീകരണം ഒരുക്കിയത്. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ പ്രവർത്തകർ താമരപ്പൂമാല ചാർത്തി സ്വീകരിച്ചു. തുടർന്ന് നേതാക്കളും പ്രവർത്തകരും പൊന്നാടയണിയിച്ചു. മണ്ഡലം പ്രസിഡന്റ് അരുൺകുമാർ പന്തല്ലൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി A നാഗേഷ്, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് BV രാജേഷ്, NR റോഷൻ തുടങ്ങിയവർ പങ്കെടുത്തു. പാർട്ടിയുടേതായ അല്ലെങ്കിൽ പാർട്ടിയുടേതല്ലാത്ത ഒരുപാട് പേർ SDക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്കും ഞാനിവിടെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പഴുവിൽ വെസ്റ്റ് സ്വദേശിയായ വയോധികൻ പനി ബാധിച്ചു മരിച്ചു. ചാഴൂർ പഞ്ചായത്ത് 15-ാം വാർഡിൽ ഏങ്ങണ്ടി ശങ്കരൻ മകൻ 68 വയസ്സുള്ള ശിവരാമനാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. വിട്ടുമാറാത്ത പനിയെ തുടർന്നാണ് ചികിത്സ തേടിയത്. വെങ്ങിണിശ്ശേരി പയ്യപ്പാട്ട് കുടുംബക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്ന 8 ഭണ്ഡാരങ്ങളിൽ 5 എണ്ണം എടുത്തുകൊണ്ടുപോവുകയും 3 ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം മോഷ്ടിക്കുകയും ചെയ്തു. ക്ഷേത്ര തിടപ്പള്ളിയിൽ ഉണ്ടായിരുന്ന 3 വലിയ ഉരുളിയും മോഷണം പോയിട്ടുണ്ട്. 1 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. മലയാള മാസം 1-ാം തീയതി മാത്രമാണ് ക്ഷേത്രത്തിൽ പൂജ നടക്കാറുള്ളത്. വെള്ളിയാഴ്ച രാത്രിയാണ് മോഷണം നടന്നത്. ക്ഷേത്രം ഭാരവാഹികൾ ചേർപ്പ് പോലീസിൽ പരാതി നൽകി. ലിംഗം കുളിപ്പിക്കാൻ ഇഞ്ചി ഉണ്ടോ നോക്കാൻ കയറിയതാണ്. അപ്പോ തുറക്കാൻ ചെന്നപ്പോ വാതില് പൂട്ട് തുറന്നു കിടക്കുന്നു. അപ്പൊ തുറന്നു നോക്കിയപ്പോ ഭണ്ണാരങ്ങള് 2 ചെമ്പിന്റെ ഭണ്ണാരുണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ ഭണ്ണാരങ്ങൾ ഒരു 8 ഭണ്ണാരുണ്ടായിരുന്നു. അതില് 5 എണ്ണം കൊണ്ടുപോയിട്ടുണ്ട്. 3 എണ്ണം അവിടെ വെച്ചിട്ടുണ്ട്. അതിലത്തേക്ക് പൈസയൊക്കെ തുറന്നെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ക്ഷേത്രത്തിൽ നിന്ന് 8 ഭണ്ണാരങ്ങള്, അതിൽ 5 ഭണ്ണാരങ്ങള് ഈ മോഷ്ടാക്കൾ കൊണ്ടുപോയി. 3 ഭണ്ഡാരത്തിലെ പണം അവർ കവർന്നു. അതുപോലെ 3 വലിയ ഉരുളി. സർക്കാരിന്റെ 12 പരിപാടിയിൽ ഉൾപ്പെടുത്തി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി നിർമ്മാണം ആരംഭിച്ച ടേക്ക് എ ബ്രേക്ക് സംരംഭം വൻ അഴിമതിയാണെന്ന് കോൺഗ്രസ്. 27 ഡിവിഷനിലെ കുറാഞ്ചേരിയിൽ സംസ്ഥാന പാതയ്ക്ക് സമീപം ആരംഭിച്ച പദ്ധതി 2 ഘട്ടമായി 51 ലക്ഷം രൂപ ചെലവഴിച്ചു കഴിഞ്ഞിട്ടും ഇന്നും പാതി വഴിയിലാണ്. വഴിയാത്രക്കാർക്കും സ്ത്രീകൾക്കും ശുചിമുറികൾ ഉൾപ്പെടെ വിശ്രമിക്കുന്നതിനും ലഘുഭക്ഷണം കഴിക്കുന്നതിനും സംസ്ഥാന വ്യാപകമായി പ്രധാന പാതകൾക്ക് സമീപം
ഇത്തരം സംരംഭങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് വടക്കാഞ്ചേരിക്കും അനുമതി ലഭിച്ചത്. 2020 നിർമ്മാണം പൂർത്തീകരിക്കണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ നാളിതുവരെയായിട്ടും നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ ഇരുമ്പ് സാമഗ്രികൾ തുരുമ്പെടുത്തു കഴിഞ്ഞു. കെട്ടിട നിർമ്മാണം ആരംഭിച്ച സ്ഥലം വിവാദ ഭൂമിയാണ്. റവന്യൂ ഭൂമിയാണോ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലാണോ എന്ന് ഇതുവരെ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. കൂടാതെ പുറകുവശം റെയിൽവേ ട്രാക്കുമാണ്. കൈവശ ഭൂമി മുനിസിപ്പാലിറ്റി കയ്യേറി നിർമ്മാണ പ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് ഇതിനടുത്തുള്ള സ്വകാര്യ വ്യക്തി കോടതിയിൽ കേസ് നൽകിയിട്ടുണ്ട്. തർക്കഭൂമിയിൽ സൈറ്റ് പെർമിഷൻ കൊടുത്തതിലും ദുരൂഹതയുണ്ട്. സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കിയ ടേക്ക് എ ബ്രേക്ക് പദ്ധതി വടക്കാഞ്ചേരിയിൽ മാത്രമാണ് പൂർത്തീകരിക്കാൻ കഴിയാഞ്ഞത്. തിടുക്കത്തിൽ വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെ നഗരസഭാ കൌൺസിലിൽ ചർച്ചയില്ലാതെയാണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചതെന്ന് നഗരസഭാ കൌൺസിലർ SAA ആസാദ് പറഞ്ഞു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന തേക്ക് മരങ്ങൾ മുറിച്ചു കൊണ്ടുപോയതായി കാണുന്നു. അത് 2018 പ്രളയത്തിനോടനുബന്ധിച്ച് ഇവിടെയുണ്ടായ മരങ്ങളൊക്കെ സംഭരിച്ച സ്ഥലമാണിത്. ആ മരങ്ങളെയും കാണാനില്ല. ചെറുതുരുത്തി പഞ്ചായത്തിലും കുന്നംകുളം മുനിസിപ്പാലിറ്റിയിലും ഒക്കെ ഈ ടേക്ക് ബ്രേക്ക് പദ്ധതികൾ വന്നു കഴിഞ്ഞു. ചെറിയ ചെറിയ പഞ്ചായത്തുകൾ പോലും ടേക്ക് ബ്രേക്ക് പരിപാടികൾ പൂർത്തിയായിട്ടും അവാർഡ് മേടിക്കുന്ന നഗരസഭ, മാലിന്യ കുമ്പാരത്തിന്റെ പേരിൽ കോടികൾ അഴിമതി നടത്തുന്ന നഗരസഭ ഈ കാര്യത്തിൽ വളരെ പിന്നാക്കം പോയതിന്റെ പുറകുവശത്തെ കഥകൾ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കെട്ടിട നിർമ്മാണം നടന്ന സ്ഥലത്തിന് പുറകുവശത്തു നിന്നും ലക്ഷങ്ങൾ വിലമതിക്കുന്ന തേക്കുമരങ്ങൾ മുറിച്ചു കടത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ശക്തമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ് പ്രതിനിധി സംഘം ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. വിദ്യാഭ്യാസാവകാശ നിയമത്തിന് വിരുദ്ധമായി 6ാം പ്രവൃത്തി ദിനമായ 25 ശനിയാഴ്ചകൾ ഉൾപ്പെടെ പ്രവൃത്തി ദിനമാക്കിയ സർക്കാരിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് KPSTA ധർണ നടത്തി. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ KPSTA മുൻ സംസ്ഥാന പ്രസിഡന്റ് ജോയ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം TU ജെയ്സൺ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ റൈജു പോൾ, CR ജിജോ, PN ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള മഹിളാ സംഘം തൃശൂർ ജില്ലാ ക്യാമ്പിന് കുന്നംകുളത്ത് തുടക്കമായി. മഹിളാ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് M സ്വർണലത പതാക ഉയർത്തി. മുൻ MLA ഡോക്ടർ R ലതാദേവി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, സംസ്ഥാന കൌൺസിൽ അംഗം KP സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ കൊളാടിപ്പടിയിൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ റാംബോ നിർമ്മാണം മൂലം തിരുവെങ്കിടം പ്രദേശത്തേക്കുള്ള ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിനെതിരെ ബ്രദേഴ്സ് ക്ലബ്ബ് ആക്ഷൻ കൌൺസിൽ പ്രതിഷേധിച്ചു. തിരുവെങ്കിടാചലപതി ക്ഷേത്രം, സെന്റ് ആന്റണീസ് പള്ളി, ഹൌസിംഗ് ബോർഡ് കോളനി എന്നിവിടങ്ങളിലേക്കുള്ള റോഡാണ് റാംബോ നിർമ്മാണത്തിന്റെ ഭാഗമായി തടസ്സപ്പെടുന്നത്. നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. പ്രതിഷേധ സമരത്തെ തുടർന്ന് നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, വാർഡ് കൌൺസിലർമാരായ VK സുജിത്ത, ദേവിക ദിലീപ് എന്നിവരും പോലീസും സ്ഥലത്തെത്തി. പ്രതിഷേധക്കാരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്ന് നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അറിയിച്ചതോടെ സമരക്കാർ പിരിഞ്ഞുപോയി. ആകെയുള്ള വഴി അടച്ചാൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ അറിയിച്ചു. ബ്രദേഴ്സ് ക്ലബ്ബ് ഭാരവാഹികളായ ബാലൻ വാറനാട്ട്, രവികുമാർ കാഞ്ഞുള്ളി, ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളായ KT സഹദേവൻ, PI ലാസർ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഗുരുവായൂർ നഗരസഭയിൽ ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉറവിട നശീകരണം നടത്തി. ആശാവർക്കർ, കുടുംബശ്രീ, അംഗൻവാടി എന്നീ മേഖലകളിൽ നിന്നുള്ള 100ഓളം സന്നദ്ധ പ്രവർത്തകരാണ് 2 വാർഡുകളിലായി ക്യാമ്പയിനിൽ അണിനിരന്നത്. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗ തീരുമാനപ്രകാരമാണ് നഗരസഭാ ആരോഗ്യ വിഭാഗവും ആരോഗ്യ വകുപ്പും സംയുക്തമായി ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. വീടുകളിലും ഫ്ളാറ്റുകളിലും കയറി ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഇൻഡോർ സ്പ്രേയിംഗും നടത്തി. അതിരപ്പള്ളി വിനോദസഞ്ചാരത്തിന് മുതൽക്കൂട്ടാക്കാവുന്ന മറ്റൊരു വെള്ളച്ചാട്ടത്തിന്റെ വാതായനം തുറക്കണമെന്ന ആവശ്യത്തിന് ശക്തിയേറുന്നു. വെറ്റിലപ്പാറയിലെ വാളാറ വെള്ളച്ചാട്ടത്തിനാണ് വിനോദസഞ്ചാരത്തിന് ഉപകരിക്കും വിധം സംവിധാനം ഒരുക്കണമെന്ന ആവശ്യമുയരുന്നത്. തോൽമേൽ മലയിടുക്കിൽ നിന്നും ആരംഭിക്കുന്ന വാളാറത്തോടിനോടനുബന്ധിച്ച വെള്ളച്ചാട്ടത്തിന് അതിരപ്പള്ളിയേക്കാൾ 1.5 മടങ്ങ് കൂടുതൽ ഉയരമുണ്ട്. 3 തട്ടുകളായി വെള്ളം താഴേക്ക് പതിക്കുന്ന അപൂർവ കാഴ്ച പക്ഷേ ഇപ്പോഴും പുറം ലോകത്തിന് അന്യം. വനസുരക്ഷയുടെ ഭാഗമായി ഇവിടേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. 2.5 പതിറ്റാണ്ട് മുമ്പ് വരെ ചാലക്കുടി പ്രദേശത്തെ ആളുകൾ സാഹസിക യാത്രയെന്ന നിലയിൽ വെള്ളച്ചാട്ടത്തിലെത്തുമായിരുന്നു. എന്നാൽ പിന്നീട് വനം വകുപ്പ്
കർശന വിലക്കേർപ്പെടുത്തി. അക്കാലത്ത് പാറക്കെട്ടിൽ നിന്ന് വീണ് 2 യുവാക്കൾ മരിച്ചതും തടസ്സത്തിന് കാരണമായി. തുലാവർഷത്തിൽ ജീവൻ വയ്ക്കുന്ന തോടും വെള്ളച്ചാട്ടവും കടുത്ത വേനൽ വരെ നീളും. മുകളിൽ വെള്ളം കെട്ടിനിർത്താൻ സംവിധാനമില്ലാത്തതിനാൽ ജനുവരി മുതൽ ഏപ്രിൽ അവസാനം വരെ ജലപാതമുണ്ടാകില്ല. നിശബ്ദമാക്കുകയാണ് പതിവ്. എന്നാൽ വെള്ളച്ചാട്ടത്തിന് താഴെ വിശാലമായ വട്ടക്കുളം ഒരു കാലത്തും വറ്റാറില്ല. വേനലിൽ കിലോമീറ്റർ അകലെ നിന്ന് പോലും മൃഗങ്ങൾ കുളത്തിലെ വെള്ളം തേടിയെത്തും. അതിരപ്പള്ളി റോഡിലെ വെറ്റിലപ്പാറ 13-ൽ നിന്ന് 1 കിലോമീറ്റർ ദൈർഘ്യമുള്ള വരടക്കയം റോഡാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രധാന സഞ്ചാരമാർഗം. ഇവിടെ നിന്നും തോടിന് സമാന്തരമായി 1.5 കിലോമീറ്റർ വനഭൂമിയിലൂടെ സഞ്ചരിച്ചാൽ വാളാറ വെള്ളച്ചാട്ടത്തിന് താഴെയെത്തും. ഇത്രയും ദൂരം പുതിയ റോഡ് നിർമ്മിച്ച് വെള്ളച്ചാട്ടത്തിലേക്ക് വിനോദസഞ്ചാരം അനുവദിക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകൾ പഴക്കമുണ്ട്. 8 വർഷം മുൻപ് അന്നത്തെ MLA ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട് ഇതിനായി സർവേ നടത്തി. പിന്നീട് തുടർ പ്രവർത്തനം നിലച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് വാറാള വെള്ളച്ചാട്ടത്തിന്റെ സാധ്യത ശ്രദ്ധയിൽപ്പെടുത്തി. TCV ചാലക്കുടി. തൊണ്ടി മുതലായി ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ച മദ്യം മോഷണം പോയ സംഭവത്തിൽ കേസന്വേഷണം ആരംഭിച്ചു. 46 കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കാണാതായ സംഭവത്തിൽ ASI ജെയ്സനെ റൂറൽ SP സസ്പെൻഡ് ചെയ്തിരുന്നു. ചാലക്കുടി CI സജീവ്, റൈറ്റർ ജോഷി എന്നിവർക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകി. അനധികൃതമായി കടത്തിയ 150ഓളം കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്നത്. ഇതിൽ നിന്നാണ് 46 കുപ്പി നഷ്ടപ്പെട്ടത്. മോഷണക്കുറ്റത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ASIയുടെ പേരിൽ ഇതുവരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. സംശയത്തിന്റെ പേരിലാണ് ഇപ്പോൾ ASIയെ സസ്പെൻഡ് ചെയ്തത്. തെക്കുംകര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി ആലോചനാ യോഗം ചേർന്നു. പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അർച്ചന വിശ്വനാഥ് പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PR രാധാകൃഷ്ണൻ, VC സജീന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ PT മണികണ്ഠൻ, C സുരേഷ്, ഷൈനി ജേക്കബ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി MO ഡേവിസ്, കൃഷി അസിസ്റ്റന്റ് MS സജിത തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 25, 26 തീയതികളിലാണ് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് ഞാറ്റുവേല ചന്ത നടക്കുക. തേക്കിൻതടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൂർണ്ണകായ പ്രതിമ തീർത്ത് രവീന്ദ്രൻ. BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് കൊടുങ്ങല്ലൂർ സ്വദേശിയായ രവീന്ദ്രൻ 6.5 അടി ഉയരവും 6 ഇഞ്ച് കനവുമുള്ള ശില്പം ഒരുക്കിയിട്ടുള്ളത്. 50 ദിവസം നീണ്ട പരിശ്രമത്തിലൂടെയാണ് രവീന്ദ്രനും സഹായി സിയാദും ചേർന്ന് ശില്പം നിർമ്മിച്ചത്. ശ്രീനാരായണപുരം ശംഖു ബസാറിലുള്ള രവീന്ദ്രന്റെ വീടിനോട് ചേർന്നുള്ള പണിശാലയിലാണ് ശില്പം പൂർത്തിയാക്കിയത്. 3 ലക്ഷത്തോളം രൂപ ശില്പത്തിന്റെ നിർമ്മാണത്തിന് ചിലവായതായി രവീന്ദ്രൻ പറഞ്ഞു. ഭാരതാംബ ഉൾപ്പെടെയുള്ള നിരവധി ശില്പങ്ങൾ നിർമ്മിച്ച ശ്രദ്ധേയനായ രവീന്ദ്രൻ പ്രശസ്ത ശില്പി ഡാവിഞ്ചി സുരേഷിന്റെ സഹോദരനാണ്. ഇത് ഫുള്ള് തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. 6.5 അടി ഹൈറ്റാണ് നമുക്ക് വന്നിട്ടുള്ളത്. 6 ഇഞ്ച് കനത്തിലാണ് നമ്മൾ ചെയ്തത്. ഇതിപ്പോൾ ഒരു മാസം 2 ആഴ്ച വന്നതിൻ്റെ പണി തീർക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ ജില്ലാ കാര്യാലയത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഈ മോദിജി ശില്പം നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. കളർ ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് കളറൊന്നും ചേർത്തിട്ടില്ല. ഈ ലൈനും ഷൂവിനൊക്കെ വേണ്ടി സ്റ്റൈനർ മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. വേറെ കളറുകളൊന്നും ചേർത്തിട്ടില്ല. പോളിഷ്, മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇതിനു മുൻപ് ഭാരതാംബയുടെ ഒരു ശില്പം ചെയ്തിട്ടുണ്ട്. എളവള്ളി പഞ്ചായത്തിലെ പച്ചത്തുരുത്ത് നാടിന് മാതൃകയായി. എളവള്ളി കണിയാംതുരുത്തിൽ 4 വർഷം മുൻപ് നട്ട കുളവിട്ടികൾ വളർന്ന നാടിന് അഭിമാനിക്കാവുന്ന പച്ചത്തുരുത്തായി. ഗ്യാസ് ക്രിമിറ്റോറിയത്തിനോട് ചേർന്ന് 40 സെന്റ് സ്ഥലത്താണ് മനോഹരമായ പച്ചത്തുരുത്ത് ഒരുങ്ങിയിട്ടുള്ളത്. വംശനാശ ഭീഷണി നേരിടുന്ന കുളവെട്ടി മരങ്ങളുടെ ഹരിതാപമായ പച്ചത്തുരുത്ത് ഒട്ടേറെ അപൂർവതകൾ നിറഞ്ഞതാണ്. കുളവെട്ടി മരങ്ങളുടെ ഏറ്റവും വലിയ സാന്നിധ്യം കലശമലയിലാണ് ഉള്ളത്. വരും തലമുറയ്ക്ക് കുളവെട്ടി മരങ്ങൾ കാണാനും പഠിക്കാനും കണിയാംതുരുത്തിലും ഇനി അവസരമൊരുങ്ങും. മരത്തിനടിയിൽ ഒരു കുളത്തോളം വെള്ളം സംഭരിച്ച് പ്രദേശത്തെ ജലസമൃദ്ധവും ജൈവ വൈവിധ്യവുമാക്കി മാറ്റാൻ കഴിയുന്നതാണ് കുളവെട്ടി മരങ്ങൾ. വാദസംബന്ധമായ അസുഖങ്ങൾക്കുള്ള ഔഷധം കൂടിയാണിത്. ഞാവൽ വർഗത്തിൽപ്പെട്ട കുളവെട്ടിയുടെ വെളുത്ത പൂക്കൾ വിരിഞ്ഞുണ്ടാകുന്ന പഴങ്ങൾ ഭക്ഷ്യയോഗ്യമാണ്. അന്തരീക്ഷ താപനിലയെ നിയന്ത്രിച്ച് പക്ഷിമൃഗാദികൾക്ക് അനുകൂല ആവാസ വ്യവസ്ഥയായി മാറാനും പച്ചത്തുരുത്തുകൾക്ക് കഴിയും. 4 വർഷങ്ങൾക്ക് മുൻപ് കിലയിൽ നടന്ന ശില്പശാലയിൽ എളവള്ളി പഞ്ചായത്ത് അവതരിപ്പിച്ച കുളവെട്ടി മരങ്ങളുടെ പ്രോജക്റ്റ് ശ്രദ്ധ നേടിയിരുന്നു. പഞ്ചായത്ത് ഭരണസമിതിയുടെയും പൊതുജനങ്ങളുടെയും പിന്തുണയും പദ്ധതിക്കുണ്ടായിരുന്നു. കുളവെട്ടി തൈകൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കലായിരുന്നു നേരിട്ട വെല്ലുവിളി.
അന്ന് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയായിരുന്ന MK ആൽഫ്രഡാണ് തൈകൾ വളർത്തിയെടുത്തത്. തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ചായിരുന്നു പദ്ധതി നടപ്പിലാക്കിയത്. ക്രിമിറ്റോറിയം ജീവനക്കാർക്കായിരുന്നു പരിപാലന ചുമതല. TCV ന്യൂസ്, പാവറട്ടി. പുതുക്കാട് പഞ്ചായത്തിനെയും പറപ്പൂക്കര പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുറുമാലി പുഴയിൽ നെല്ലായിക്കടവിൽ നിർമ്മിക്കുന്ന നെല്ലായിക്കടവ് പാലത്തിനായി ഭൂമി ഏറ്റെടുക്കും. നടപടികളുടെ ഭാഗമായി KK രാമചന്ദ്രൻ MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും സാമൂഹ്യാഘാത പഠനം നടത്താൻ നിയോഗിക്കപ്പെട്ട രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസ് പ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു. ദിവ്യ രാജേഷ്, മുക്ത ആർനാഥ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ EK അനൂപ്, KM ബാബുരാജ് തുടങ്ങിയവർ സംഘത്തോടൊപ്പമുണ്ടായിരുന്നു. പാലം നിർമ്മാണത്തിനായി പുതുക്കിയ എസ്റ്റിമേറ്റ് സമർപ്പിച്ചു. സാമൂഹ്യാഘാത പഠന റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം ഭരണ സാങ്കേതിക അനുമതി ലഭിക്കുന്നതോടെ ടെൻഡർ നടപടികളിലേക്ക് കടക്കാൻ കഴിയുമെന്ന് MLA അറിയിച്ചു. വിദ്യാർത്ഥികളുടെ മികവ് വർദ്ധിപ്പിക്കുന്നതിന് പദ്ധതി ആവിഷ്കരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്. ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചാവക്കാട് ഉപജില്ലയിലെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള എല്ലാ വിഷയങ്ങളിലും A+ നേടിയ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, VHSE വിദ്യാർത്ഥികൾക്കും 100% വിജയം നേടിയ വിദ്യാലയങ്ങൾക്കും ഉപഹാരം സമ്മാനിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ AV വല്ലഭൻ, കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് അലി, പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ, ഗുരുവായൂർ നഗരസഭാ കൌൺസിലർ KPA റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. മാള പള്ളിപ്പുറത്ത് നിന്ന് ബൈക്ക് മോഷ്ടിച്ച 2 യുവാക്കളെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. കുഴൂർ സ്വദേശി കൈതാരത്ത് ജിജോ, മേലഡൂർ തെക്കേക്കര റിജോ എന്നിവരെയാണ് മാള SHO സുനിൽ പുളിക്കൽ, SI CK സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ബൈക്ക് മോഷണം പോയത്. മോഷ്ടിച്ച ബൈക്കിൽ പോകുമ്പോഴാണ് പ്രതികൾ പോലീസ് പിടിയിലായത്. എയർ ഹോസ്റ്റസ്, ഏവിയേഷൻ, എഞ്ചിനീയറിംഗ്, അക്കൌണ്ടിംഗ്, SAP, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകളുടെ പഠനരംഗത്തെ തൃശൂരിലെ പ്രമുഖ സ്ഥാപനമായ എക്സലൻസ് ട്രെയിനിംഗ് സെന്ററിൽ 2023-24 അധ്യയന വർഷത്തെ വിദ്യാർത്ഥികൾക്കുള്ള ബിരുദദാന ചടങ്ങ് പ്രൗഢഗംഭീരമായി. തൃശൂർ സെന്റ് തോമസ് കോളേജിന് സമീപം ദേവമാത ടവറിൽ പ്രവർത്തിക്കുന്ന എക്സലൻസ് ട്രെയിനിംഗ് സെന്ററിൽ സംഘടിപ്പിച്ച ബിരുദദാന ചടങ്ങിന്റെ ഉദ്ഘാടനവും വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി ചെയർമാനും വിമല കോളേജ് സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡുമായ ഡോക്ടർ K ബിനുവും മൈ റേഡിയോ 90 FM ക്രിയേറ്റീവ് ഹെഡ് RJ സുബുവും ചേർന്ന് നിർവഹിച്ചു. എക്സലൻസ് ട്രെയിനിംഗ് സെന്റർ CEO സന്ദീപ് വെണ്ണാരത്തിൽ, ഡയറക്ടർ VK ഇന്ദിര, ഫാക്കൽറ്റീസ്, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. 2015 മുതൽ പ്രവർത്തന രംഗത്തുള്ള എക്സലൻസ് ട്രെയിനിംഗ് സെന്റർ വിദ്യാർത്ഥികൾക്ക് മികവാർന്ന പരിശീലനം നൽകുന്നതിലൂടെ ഉയർന്ന നിലവാരത്തിലുള്ള ഉദ്യോഗാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ മുൻപന്തിയിലാണ്. പൈത്തൺ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ഹോസ്പിറ്റാലിറ്റി, ട്രാവൽ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, സർട്ടിഫൈഡ് പ്രോഗ്രാം ഇൻ അക്കൗണ്ട്സ് മാനേജ്മെന്റ്, പ്രൊഫഷണൽ ഡിപ്ലോമ എന്റർപ്രണർഷിപ്പ് മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾക്ക് വിദഗ്ധരായ ഫാക്കൽറ്റികളുടെ നേതൃത്വത്തിലുള്ള പരിശീലനമാണ് ഇവിടെ നൽകി വരുന്നത്. ജൂൺ 16 ഫാദേഴ്സ് ഡേയോടനുബന്ധിച്ച് 15, 16, 17 തീയതികളിൽ അച്ഛനുമായി കോഴ്സിന് ചേരാനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഫീസിൽ 50% സ്പോട്ട് ക്യാഷ് ബാക്ക് ഓഫർ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 7510722222. ആസാമിൽ നടന്ന ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ ഇരട്ട സ്വർണം നേടിയ മറ്റത്തൂർ തേനീച്ച വളർത്തൽ കൂട്ടായ്മ അംഗം പോൾ ദാസിന് സ്വീകരണം നൽകി. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം KR ഔസേപ്പ് അധ്യക്ഷത വഹിച്ചു. ശശി ആര്യാടൻ, സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, VK കാസിം, ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ കൊച്ചിൻ ഫ്രോണ്ടിയർ തോട് നാട്ടുകാർ ഇടപെട്ട് വൃത്തിയാക്കി. ഗുരുവായൂർ നഗരസഭയുടെയും കണ്ടാണിശ്ശേരി പഞ്ചായത്തിന്റെയും അതിർത്തി പങ്കിടുന്ന തോട് വർഷങ്ങളായി മാലിന്യം നിറഞ്ഞു കിടക്കുകയായിരുന്നു. നിരന്തരം പരാതിപ്പെട്ടിട്ടും വൃത്തിയാക്കാത്തതിനെ തുടർന്ന് നാട്ടുകാർ തോട് വൃത്തിയാക്കുകയായിരുന്നു. കിലോ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യമാണ് നീക്കം ചെയ്തത്. തൊമ്മിൽ ഗോപി, ഷാജി നമ്പറമ്പത്ത്, അനിൽ ബ്രഹ്മകുളം തുടങ്ങിയവർ ശുചീകരണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകി. വലിയ പെരുന്നാളിനെ വരവേൽക്കാൻ വിപണിയൊരുങ്ങി. കുന്നംകുളത്തിന്റെ സ്വന്തം കേരള വസ്ത്രാലയത്തിൽ പെരുന്നാളിനെ ആഘോഷിക്കാൻ എത്തുന്നവരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആഘോഷങ്ങൾ എന്തുതന്നെയായാലും എല്ലാ തലമുറയിലും പെട്ടവരുടെയും വസ്ത്രസങ്കല്പങ്ങളിൽ എക്കാലത്തും ഒന്നാമതായി തെളിയുന്ന പേര് കേരള വസ്ത്രാലയത്തിന്റേതു തന്നെയാണ്. വിവാഹ പട്ടുസാരികളും കുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ എല്ലാത്തരം നിത്യോപയോഗ വസ്ത്രങ്ങളും കൂടാതെ വസ്ത്രലോകത്തിന്റെ മാറുന്ന സങ്കല്പങ്ങൾക്കനുസരിച്ചുള്ള എല്ലാത്തരം തുണിത്തരങ്ങളും
കേരള വസ്ത്രാലയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ ബഡ്ജറ്റിൽ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു എന്നത് കേരള വസ്ത്രാലയത്തെ എന്നും ജനപ്രിയമാക്കി നിലനിർത്തുന്നു. കേരളീയ പാരമ്പര്യത്തിനും പെരുമയ്ക്കും ഒട്ടും കോട്ടം തട്ടാതെ തന്നെ പുതുതലമുറയുടെ താൽപര്യങ്ങൾ കൂടി കണ്ടറിഞ്ഞു പ്രവർത്തിക്കുന്നു എന്നത് കേരള വസ്ത്രാലയത്തിന്റെ വിജയത്തിന് മാറ്റുകൂട്ടുന്നതാണ്. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ പരമാവധി കുറഞ്ഞ വിലകളിൽ ജനങ്ങളിലെത്തിക്കാൻ കേരള വസ്ത്രാലയം എന്നും ശ്രദ്ധിക്കുന്നു. മാറുന്ന കാലത്തിനൊപ്പം മാറിവരുന്ന വസ്ത്രസങ്കല്പങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തവും മനോഹരവുമായ വസ്ത്രങ്ങൾ ഒരുക്കി കേരള വസ്ത്രാലയം ജനങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ക്യാൻസർ ബാധിച്ച് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന 14 വയസ്സുകാരന്റെ ചികിത്സാ ചിലവ് കണ്ടെത്തുന്നതിനായി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കാനൊരുങ്ങി എരുമപ്പെട്ടിയിലെ ഒരു കൂട്ടം യുവാക്കൾ. കഴിയുന്ന എല്ലാവരും സഹായിക്കണം. വേലൂർ കിരാലൂർ സ്വദേശിയായ അനുദേവ് കൃഷ്ണയെ സഹായിക്കുന്നതിനായാണ് നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്ന പേരിലുള്ള വാട്സ്ആപ്പ് കൂട്ടായ്മ ബിരിയാണി ചലഞ്ച് നടത്തുന്നത്. വേലൂർ പഞ്ചായത്തിലെ കിരാലൂർ 8ാം വാർഡ് താമരത്തിരുത്തിയിൽ താമസിച്ചു വരുന്ന പുതിയ വളപ്പിൽ വിനീഷ് ജിഷ ദമ്പതികളുടെ മകനാണ് 14 വയസ്സുകാരനായ അനുദേവ് കൃഷ്ണ. ദീർഘകാലമായി അർബുദബാധിതനായി ചികിത്സയിൽ കഴിയുന്ന അനുദേവ് കൃഷ്ണയ്ക്ക് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അനിവാര്യമായി വന്നിരിക്കുകയാണ്. ഇതിന് 50 ലക്ഷത്തോളം രൂപ ചെലവ് വരും. നിർധനരായ ഈ കുടുംബത്തിന് ഇത്രയും വലിയ തുക താങ്ങാവുന്നതിലും അധികമാണ്. സർജറിക്ക് ആവശ്യമായ ഫണ്ട് കണ്ടെത്തുവാൻ ചികിത്സാ സഹായ സമിതിക്ക് കൈത്താങ്ങാകുന്നതിനായാണ് എരുമപ്പെട്ടിയിലെ നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മ രംഗത്തെത്തിയിരിക്കുന്നത്. ഞായറാഴ്ച രാവിലെ 11 മണി മുതൽ എരുമപ്പെട്ടി ഫൊറോന പള്ളിക്ക് മുൻപിൽ തയ്യാറാക്കിയ ഷെഡിൽ വെച്ചാണ് ബിരിയാണി വിതരണം ചെയ്യുന്നത്. വേലൂരിലുള്ള നമ്മുടെ കുട്ടിയുടെ വയ്യാത്ത കാര്യത്തിന്റെ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഈ ബിരിയാണി ചലഞ്ചിന്റെ കാര്യം എടുത്തതും അതിപ്പോ ദിവസം നമ്മളത് എരുമപ്പെട്ടി ക്രിസ്ത്യൻ പള്ളിയുടെ ഫ്രണ്ടിലാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും സഹകരിച്ച എല്ലാവർക്കും ഇതില് നമ്മൾ നന്ദി പറയണു. TCV എരുമപ്പെട്ടി. കിഡ്നി സംബന്ധമായ അസുഖം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഗൃഹനാഥൻ ഉദാരമതികളുടെ സഹായം തേടുന്നു. അടാട്ട് പഞ്ചായത്ത് 18ാം വാർഡിൽ താമസിക്കുന്ന ഇട്ടേപ്പുറത്ത് കറപ്പൻ മകൻ 60 വയസ്സുള്ള രവീന്ദ്രനാണ് ഭാരിച്ച ചികിത്സാ ചെലവ് മൂലം ക്ലേശിക്കുന്നത്. മേസൺ ജോലികൾ ചെയ്തിരുന്ന രവീന്ദ്രന് വൃക്ക സംബന്ധമായ അസുഖം ആരംഭിക്കുന്നത് 5 വർഷം മുൻപാണ്. വൃക്കരോഗം ബാധിച്ചതോടെ ജോലിക്ക് പോകാൻ സാധിക്കാതായി. ഒപ്പം കണ്ണിന്റെ കാഴ്ചയും തകരാറിലായിട്ടുണ്ട്. 2 മാസത്തോളമായി ദിവസവും 2 നേരം ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥയിലാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വീട്ടിൽ തന്നെ ചെയ്യാവുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് രവീന്ദ്രന് ചെയ്യുന്നത്. ദിവസവും 2 തവണ ഡയാലിസിസ് ചെയ്യുന്നതിനും മറ്റു മരുന്നുകൾക്കുമായി ദിവസം 1000 രൂപയിലധികം ചെലവ് വരുന്നുണ്ടെന്ന് വീട്ടുകാർ പറഞ്ഞു. ജില്ലാ ആശുപത്രി വഴി സൗജന്യ മരുന്നുകൾ ലഭിക്കുന്നുണ്ടെങ്കിലും ഡയാലിസിസിന് ആവശ്യമായ സൊല്യൂഷനുകളും ബാഗുകളും പണം കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ്. 23 വയസ്സുള്ള മകന്റെ ഹെൽപ്പർ ജോലിയിൽ നിന്നുള്ള ചെറിയ വരുമാനം മാത്രമാണ് കുടുംബത്തിന്റെ ആകെയുള്ള ആശ്രയം. 5 ലക്ഷം രൂപ ലോണെടുത്തതിന്റെ തിരിച്ചടവുകൾ ബാക്കിയുണ്ട്. ഈ കുടുംബത്തെ സഹായിക്കാൻ ഉദാര മനസ്സുള്ളവർ മുന്നോട്ട് വരണമെന്ന് വാർഡംഗം മിനി സൈമൺ അഭ്യർത്ഥിച്ചു. 5 വർഷമായിട്ട് കിഡ്നി പേഷ്യന്റ് ആണ്. എല്ലാ ദിവസവും ഡയാലിസിസ് ചെയ്തു വരികയാണ്. ആൾക്കൊരു ദിവസം 1000-ന് മുകളിൽ ചിലവ് വരുന്നുണ്ട്. ഒരു മകനാണ് ആകെ ഇവിടെ ജോലിക്ക് പോകുന്നത്. ആ വരുമാനം മാത്രമാണ് ഇവർക്കുള്ളൂ. അപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ഇവര്. ഏവരും തങ്ങളാൽ കഴിയുന്ന വിധം ഇവരെ സഹായിക്കണമെന്നാണ് വാർഡ് മെമ്പർ എന്ന നിലയിൽ എനിക്ക് ഏവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. സുമനസുകൾക്ക് ഫെഡറൽ ബാങ്കിന്റെ ചിറ്റിലപ്പള്ളി ശാഖയിലെ 12400100135241 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ്, തൃശൂർ. കുന്നംകുളം വടുതല വട്ടംപാടത്ത് നിന്ന് 10 അടിയോളം നീളം വരുന്ന മലമ്പാമ്പിനെ പിടികൂടി. വട്ടംപാടം സ്വദേശി ചേമ്പാലക്കാട്ടിൽ വീട്ടിൽ കുഞ്ഞുമരക്കാരുടെ വീട്ടിലെ താറാവിൻ കൂട്ടിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. താറാവിനെ വിഴുങ്ങിയ നിലയിലാണ് മലമ്പാമ്പിനെ കണ്ടത്. വനംവകുപ്പ് റെസ്ക്യൂ വാച്ചർ അഷ്റഫിന്റെ നേതൃത്വത്തിൽ മലമ്പാമ്പിനെ പിടികൂടി. മാനവരക്ഷാ സംഘം സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരീക്ഷകളിൽ വിജയിച്ചവരെ ആദരിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. MP മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് K ജയരാജ്, വടക്കാഞ്ചേരി ബ്ലോക്ക് അംഗം M മഞ്ജുള, പഞ്ചായത്ത് അംഗങ്ങളായ പുഷ്പജ, CP രാജൻ തുടങ്ങിയവർ സംസാരിച്ചു.
ത്യാഗത്തിന്റെയും സഹിഷ്ണുതയുടെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മ പുതുക്കലുമായി കടങ്ങോട് പാറപ്പുറം ഗവൺമെന്റ് LP സ്കൂളിൽ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി കുരുന്നുകൈകളിൽ മൈലാഞ്ചി അണിയിച്ച മെഹന്തി ഫസ്റ്റ് സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപിക പ്രമീള നേതൃത്വം വഹിച്ചു. അറബിക് അധ്യാപിക റസീന ബലിപ്പെരുന്നാൾ സന്ദേശം നൽകി. അധ്യാപകരായ കവിത, ബുഷറ, ലുബ്ന എന്നിവർ കുട്ടികൾക്ക് മൈലാഞ്ചി അണിയിച്ചു. കുവൈറ്റിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ അനുശോചന സദസ്സ് സംഘടിപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സെക്രട്ടറി TK ഷാജി അധ്യക്ഷത വഹിച്ചു. ട്രഷറർ KJ ശ്രീജിത്ത്, PK സത്യശീലൻ, PR ബാബു, VG രാജീവൻ പിള്ള, MS സാജു, CC അനിത, സിനി സെൽവരാജ് തുടങ്ങിയവർ സംസാരിച്ചു. കൈപ്രമ്പ് പഞ്ചായത്തിൽ മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KM ലെനിൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KB ദീപക്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത ഉമേഷ്, ഡോക്ടർ ദീപ സാമുവൽ, പബ്ലിക് ഹെൽത്ത് നഴ്സ് A ജാസ്മി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6650 രൂപ, പവന് 53200 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3490 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടു. ഭൂചലനത്തിന്റെ തീവ്രത റിക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തി. പൂനമൂച്ചിയിൽ വീടിന്റെ തറയിലും ഭിത്തിയിലും വിള്ളൽ രൂപപ്പെട്ടു. എയ്യാലിൽ വീട്ടുകിണറ്റിൽ തിരയിളക്കം അനുഭവപ്പെട്ടു. കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ RLB രാമകൃഷ്ണനെ അപമാനിച്ച കേസിൽ കലാമണ്ഡലം സത്യഭാമയ്ക്ക് ജാമ്യം. കർശന ഉപാധികളോടെയാണ് നെടുമങ്ങാട് SSC കോടതി ജാമ്യം അനുവദിച്ചത്. നാട്ടിക ഫർക്ക സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം 5 വർഷമായിട്ടും തുടങ്ങാനായില്ല. പുതുക്കിയ നിരക്കിൽ തുക ലഭിക്കണമെന്നാവശ്യപ്പെട്ട് കരാറുകാരൻ കോടതിയെ സമീപിച്ചതാണ് പണികൾ തടസ്സപ്പെടാൻ കാരണം. പെരിഞ്ഞനത്ത് ടോറസ് ലോറി ബൈക്കിലിടിച്ച് 48-കാരന് ദാരുണാന്ത്യം. ഓണപ്പറമ്പ് സ്വദേശി പ്രിയനാണ് മരിച്ചത്. ഖത്തറിൽ വാഹനാപകടത്തിൽ 2 തൃശൂർ സ്വദേശികൾ മരിച്ചു. കോയമ്പത്തൂരിൽ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന ചാലക്കുടി സ്വദേശി മരിച്ചു. കൂടപ്പുഴ MG നഗർ സ്വദേശി ലിബുവാണ് മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.